അസാധാരണമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ഏതെങ്കിലും തരത്തിലൊരു തെളിവുകൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഈ നിമിഷം വരെ ഷൈനെതിരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഷൈനിൽ നിന്ന് കിട്ടുന്ന വിശദാംശങ്ങൾ, വിവരങ്ങൾ, മൊഴികൾ അത് ക്രോഡീകരിക്കുക, ക്രോസ് ചെക്ക് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് ശാസ്ത്രീയ പരിശോധന അപ്പോൾ DCP-മാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന തെളിവ് ശേഖരണം നടക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാമോ എന്ന് അറിയില്ല. എടുത്തോ, പക്ഷെ അത് FIR രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് പറഞ്ഞത്. ഒരു 15-20 NDPS ആക്ട് പ്രകാരമുള്ള അറസ്റ്റ് രേഖപ്പെടുത്തും, മറ്റേ ശേഖരിക്കും. രാഗിൻ കേൾക്കാമെങ്കിൽ രാഗിൻ എന്താണ് രാഗിൻ പറഞ്ഞോളൂ എന്താണ് പോലീസ് പറഞ്ഞത്? രാഗിൻ, DCP എന്താണ് പങ്കുവെച്ചത്? അതായത് 27-29 വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു എടുക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഗൂഢാലോചന സംബന്ധിച്ചാണോ, ഇനി എന്താണ് മറ്റ് വകുപ്പുകൾ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ കഴിയുകയുള്ളൂ. DCP പുറത്തേക്ക് ഇറങ്ങി വന്ന് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട്, മൊഴി രേഖപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് രാഗിൻ എന്താണ് പുതിയ അപ്ഡേറ്റ് എന്താണ്? വളരെ സുപ്രധാനമായിട്ടുള്ള വിവരമാണ്. ഷൈൻ ടോം ചാക്കോക്കെതിരെ കേസെടുക്കും പോലീസ്. ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്തും. അതായത് NDPS ആക്ടിലെ സെക്ഷൻ 27-29 വകുപ്പുകൾ പ്രകാരമായിരിക്കും ഷൈൻ ടോം ചാക്കോക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുക. വളരെ സുപ്രധാനമായ ഒരു നീക്കത്തിലേക്ക് പോലീസ് പോയിരിക്കുന്നു. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം FIR രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. ഏതായാലും കടുത്ത നടപടിക്രമങ്ങളിലേക്ക് തന്നെ പോലീസ് പോയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇവിടെ എടുത്തു പറയേണ്ടത്. തുടക്കത്തിൽ ഇതിൽ പോലീസിന് കേസെടുക്കാൻ കഴിയുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ സംഭവങ്ങൾ ചെന്ന് എത്തിയിരിക്കുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ ബിനിൽ കൂടി ചേരുന്നു. വളരെ കടുത്ത നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ പോലീസ് പോയിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ NDPS ആക്ടിലെ സെക്ഷൻ 27 പ്രകാരമാണ്, 27-29 പ്രകാരമുള്ള കേസുകളാണ് പോലീസ് പറയുന്നത്. ആ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പോലീസ് അക്കാര്യം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ആ FIR-ന് ശേഷമായിരിക്കും വൈദ്യപരിശോധന ഉണ്ടാകുക. ഇതിൽ ഇപ്പോൾ NDPS ആക്ടിലെ സെക്ഷൻ 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. അതായത് 1 വർഷമോ 6 മാസമോ വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് സെക്ഷൻ 27 എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ NDPS ആക്ടിലെ സെക്ഷൻ 29 പ്രകാരമുള്ള കേസ് കൂടി എടുത്തിരിക്കുന്നു. അതായത് ഒരു ഇതുമായി ബന്ധപ്പെട്ട അബറ്റ്മെൻ്റ് ആണ് ഈ സെക്ഷൻ 29 എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടും ഒരു കുറ്റം ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ചുമത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് NDPS ആക്ടിലെ സെക്ഷൻ 27 എന്ന് പറയുമ്പോൾ അത് കൺസംഷൻ ആണ് അല്ലേ, അത് ഉപയോഗിച്ചു എന്നതാണ് സൂചിപ്പിക്കുന്നത്. പോലീസിന് ബോധ്യമായിട്ടുണ്ട് ഷൈൻ ടോം ചാക്കോ ഏതാണ്ട് ഉപയോഗിച്ചു എന്ന് വേണം അതിലൂടെ മനസ്സിലാക്കാൻ, ശാസ്ത്രീയ പരിശോധനയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ അല്ലേ? അക്കാര്യത്തിൽ പോലീസിന് വലിയ സംശയമുണ്ടായിരുന്നു. ലഹരി ഉപയോഗിച്ച ശേഷം ഓടി രക്ഷപ്പെട്ടു എന്നതാണ് പോലീസ് സംശയിച്ചത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കൊച്ചി നഗരത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ലഹരി വിൽപ്പനക്കാരൻ സജീറാണ് ആ ഹോട്ടലിലുള്ളതായി പോലീസ് സംശയിച്ചിരുന്നത്. അയാളുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് തന്നെയാണ് പോലീസ് എത്തിയത്. അതുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ NDPS ആക്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം തന്നെയാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് ലഹരി ഉപയോഗത്തിനെതിരായ നിയമം. ആ നിയമം തന്നെ ഇപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ചുമത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഈ സെക്ഷൻ 29 എന്ന് പറഞ്ഞാൽ അബറ്റ്മെൻ്റ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വളരെ മാതൃകാപരമായ നടപടിയിലേക്ക് പോലീസ് ഇപ്പോൾ പോയി എന്ന് പറയാം. കാരണം ഇതല്ലാതെ പോലീസിന് മുന്നിൽ മറ്റു മാർഗ്ഗങ്ങളില്ല. കാരണം ലഹരി കൈയോടെ പിടിച്ചിട്ടില്ല. ഇയാൾ ലഹരി ഉപയോഗിച്ചു എന്നതിന് ഇതുവരെ പോലീസിന് മുന്നിൽ തെളിവുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് തുടർ നടപടിയിലേക്ക് പോകുന്നു. അതായത് ആ ഹോട്ടലിൽ വെച്ച് ഈ ലഹരി ഇടപാടുകാരുമായി ഇയാൾ കണ്ടിട്ടുണ്ട്, ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടിയിലേക്ക് പോലീസ് പോകുന്നത്. അതായത് ഇതിന്റെ ഒരു സീക്വൻസ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അടക്കം വാർത്താ സമ്മേളനം നടത്തുന്നു, ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടം ഉണ്ടാകുന്നു പറയുന്നു. അന്നേ വൈകിട്ടാണ് അന്ന് രാത്രി തന്നെയാണ് ഈ പരിശോധന നടക്കുന്നത്. ആ ഘട്ടത്തിലാണ് ഒരു സെലിബ്രിറ്റി ഇതുപോലെ ഓടിപ്പോകുന്നത്. അങ്ങനെ ഓടിപ്പോകുന്ന ഘട്ടത്തിൽ പോലീസിന് ആ തുടക്കത്തിൽ ചില പാകപ്പിഴകളും വീഴ്ചകൾ സംഭവിച്ചു എന്ന് എടുത്തു പറയേണ്ടി വരും. അത് വലിയ തോതിൽ തന്നെ ചർച്ചയാകുന്നു. അങ്ങനെ ചർച്ചയാകുന്ന ഘട്ടത്തിൽ നോട്ടീസ് നൽകി വിളിപ്പിക്കുന്നു. അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏറ്റവും എക്സ്റ്റെൻഡ് കടുത്ത നടപടിക്രമങ്ങൾ ഏറ്റവും മാക്സിമം പോയേ തീരൂ അല്ലേ? അതല്ല ഇപ്പോൾ സാമൂഹ്യ സാഹചര്യം.
അതുതന്നെയാണ് പ്രധാനപ്പെട്ട സാഹചര്യം. കാരണം സംസ്ഥാനത്ത് ലഹരിക്കെതിരെ വലിയ പോരാട്ടം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മൾ ആ വാർത്താ സമ്മേളനം മുഖ്യമന്ത്രിയുടെ പരിശോധിച്ചാൽ തന്നെ അറിയാം. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഭൂരിഭാഗവും സമയവും ആ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ സർക്കാർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് വിശദീകരിച്ചത്. അന്ന് രാത്രിയാണ് ഒരു ലഹരി പരിശോധനയ്ക്കിടയിൽ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരു നടൻ പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുന്നത്. ആ വ്യക്തിയെ കണ്ടെത്താൻ പോലീസിന് കഴിയാതെ പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ കയ്യിൽ കിട്ടിയപ്പോൾ ശക്തമായ നടപടിയിലേക്ക് പോയത്. ഷൈൻ ടോം ചാക്കോ എന്തായാലും ഈ പോലീസിന് മുന്നിലേക്ക് ഇപ്പോൾ വന്നപ്പോൾ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നു. സ്വാഭാവികമായും താൻ ആ മറുപടി കൊടുത്ത് മടങ്ങിപ്പോവുക എന്നത് തന്നെയായിരുന്നു ഷൈൻ ടോം ഉദ്ദേശിച്ചത്. പക്ഷേ ആ ഗതിക്കല്ല ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഷൈനെ ഇപ്പോൾ കഴിയാവുന്ന രീതിയിൽ പൂട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതുകൊണ്ടൊന്നും ഇതിന്റെ അന്തിമമായൊരു തീർപ്പിലേക്കൊന്നും നമുക്ക് പോകാൻ കഴിയില്ല. ഷൈൻ ടോം ഒരു കുറ്റക്കാരനാണെന്ന് ഇത് ഈ FIR കൊണ്ട് നമുക്ക് വിധിക്കാൻ പറ്റില്ല. നേരത്തെ കൊക്കൈൻ കേസൊക്കെ നമ്മൾ കണ്ടും നമുക്ക് മുന്നിലുമുള്ള പിടിച്ചിട്ടൊന്നും കൈകോടെ പിടിച്ചിട്ട് നിയമത്തിന് മുന്നിൽ തെളിയിക്കാൻ കഴിയാതെ പോയ സംവിധാനം നമുക്ക് ഇവിടെയുണ്ട്. ആ പ്രോസിക്യൂഷന്റെ വീഴ്ച തന്നെയാണ് അവിടെ സംഭവിച്ചത്. പ്രോസിക്യൂഷൻ എന്ന് പറയുമ്പോൾ പോലീസിന്റെ വീഴ്ചയാണ്. ആ അറസ്റ്റ് നടന്ന ദിവസം തോറ്റുപോയ കേസാണത്. അതിനുശേഷം ആ കേസിൽ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോഴത്തെ കേസിൽ പോലീസ് ഒരു നടപടിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് എത്രമാത്രം ഫലമുണ്ടാകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ പോലീസിന് ഇപ്പോൾ ഷൈനെ കൈ കിട്ടിയപ്പോൾ ചെയ്യാവുന്നത് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം.